പ്രഥമനൊന്നുമില്ലാതെ നമുക്ക് എന്തോണോ പായസങ്ങളില്ലാതെ. അപ്പം പായസങ്ങളുടെ രാജാവായ പ്രഥമൻ നിന്നുണ്ട്. അതിന് അരിയുടെ എടുത്തേക്കുന്നത്. ബ്രാൻഡ് നോക്കണ്ട, ഏത് ബ്രാൻഡ് എടുക്കാമല്ലോ. അപ്പോൾ അരിയുടെ ഉണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അത് അതിലേക്ക് ഇടാം. അട വേവാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് അതൊരടുത്ത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിന് ചവരി ഉപയോഗിക്കുന്നുണ്ട്. അരക്കപ്പ് ചവരിയുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. അത് കുതിരട്ട് അവിടെ ഇരുന്ന ചവരി. ആ സമയത്ത് ശർക്കര പാത്രത്തിൽ ഇട്ടിട്ട് അത് നമുക്ക് അരിച്ചെടുക്കണമല്ലോ. അതിന് ഒരു 200 ഗ്രാംസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് പാനിയാക്കി അരിച്ചെടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അട വേവിക്കാം. രണ്ടാമത് ചവരി സുക്കിയിൽ വെക്കണം. മൂന്നാമത് ഇത് പാനിയാക്കി വെക്കാം. അപ്പോൾ അട വേകുമ്പോഴത്തേന് ഇതെല്ലാം ശരിയായി വരും. വെള്ളം തിളയ്ക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അരിയട അങ്ങോട്ട് ഇടുക. ഒന്ന് പൊടിച്ചിടുവാണ്, ഒന്ന് പൊട്ടിക്കും. ഇതേ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടണം കണ്ടോ. ഇത് നേരത്തെ ഒന്ന് ഉടച്ച് വെക്കണമായിരുന്നു, ഞാൻ വിട്ടുപോയി. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു 10-20 മിനിറ്റെങ്കിലും ഞാനിട്ട് വേവിക്കും. ഇത് നല്ലതായിട്ട് വേവണമോ, വെള്ളത്തിൽ കിടന്ന് ഇത് വേവണം. പിന്നെ ശർക്കര പാനിക്കകത്തൊന്നും കിടന്നാൽ വേവത്തില്ല. ശർക്കര പാനിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അരിച്ചെടുക്കാം. ഇവിടുത്തെ ശർക്കരക്കകത്ത് അങ്ങനെ അത്ര അഴുക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് തന്നെ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അതവിടെ ഇട്ടിട്ട് ഇപ്പോൾ അട വെച്ചിട്ടുണ്ട്. ഊറ്റുകയാണേ. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ല വാഷ് ചെയ്തെടുക്കണം, സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടി. ചവരി 30 മിനിറ്റ് ഞാൻ കുളിത്തിട്ടായിരുന്നു. എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഇനിയും വേവിച്ചെടുക്കാം. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കി, ചവരി വേവിച്ചു, അട വേവിച്ച് വെച്ച് വെച്ച് ഇനിയും ബാക്കി തുടങ്ങണേ. അടുത്ത സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ്. ഉരുളിയിലേക്ക്, ഉരുളിയോ പാത്രമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എന്താ എടുക്കാം. നെയ്യ് ഒഴിക്കുകയാണേ. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരിയിടും. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂസ്, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, അത് കോരി മാറ്റാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്. പ്രഥമൻ ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. തേങ്ങാപ്പാലും പിഴിഞ്ഞൊക്കെ റെഡിയാക്കി വയ്ക്കുക, ശർക്കര പാനിയാക്കി വയ്ക്കുക, ചവരി വേവിച്ച് വയ്ക്കുക, പിന്നെ ഒന്ന് അടയൊക്കെ ഒന്ന് ശർക്കര വഴറ്റി പാൽ വെച്ചെടുത്താൽ പ്രഥമൻ. ഒത്തിരി മൂപ്പിച്ച് കഴിക്കൊന്നും വേണ്ട കേട്ടോ. ലിയോ എന്നെ നോക്കിയിരിക്കുക പ്രഥമൻ കുടിക്കാൻ വേണ്ടി. അവന് ഞങ്ങളെപ്പോലെ എല്ലാ ഫുഡും കഴിക്കാൻ ഇഷ്ടമല്ല. പ്രഥമൻ എന്തുവാന്ന് പോലും ഒന്നും അറിയത്തില്ല, പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് ഈ നെയ്യിലോട്ട് തന്നെ അട വേവിച്ച് തരുവാണ്. ഇതിലോട്ട് ശർക്കരയുടെ പാനി എന്നിട്ട് ഇതിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി എടുക്കണം. ശർക്കരയും അടയും കൂടെ കിടന്നിട്ടേ നല്ലൊരു ചേർന്ന് വരണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളകി ശർക്കര പ്ലെയിൻ പോകുന്നതിന് ഈ അടയിലൊക്കെ ശർക്കര പിടിക്കും. കുറുകി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കും. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് ചുക്ക് പൊടിയാണ്. ഏലക്കയുടെ പൊടിയാണ്. ഉപ്പും കൂടി ആഡ് ചെയ്യണേ. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടേ ഇങ്ങനെ ഇടുന്നതിന് മുമ്പ് വെക്കാമെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഡബിളായിരിക്കും ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ. സമയം ചെയ്ത് വെച്ചോ, അവിടെ ഇരിക്കട്ടെ. വെയിലൊക്കെ ആയി തുടങ്ങി. പുറത്താകുമ്പം കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പറ്റിയിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ, ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ പറ്റിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ. അപ്പോൾ ശർക്കരയും അടയും കൂടെ കിടന്നിട്ട് കണ്ടോ ഒരുമിച്ചായിട്ട് കുറി. അപ്പോൾ ഇതിലേക്ക് 2ാം പാലാണേ കുറിക്കുന്നു. നിധി കിടന്ന് 2ാം പാലിൽ കിടന്നിങ്ങനെ എല്ലാം കൂടി ചേർന്ന് പറ്റിക്കണം. 2ാം പാലിൽ കിടന്ന് തിളക്കുകയാണേ. ഒരു 10 മിനിറ്റ് ആയി കാണും. അപ്പം അതിലേക്ക് ചവ്വരി വേവിച്ചത് ഇത്. ചില പ്രഥമൻ്റെ അകത്ത് ചവരി ഇടത്തില്ലല്ലോ, അതൊക്കെ ഇഷ്ടമില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. നല്ല മിത്ത് പോലെ ഇടക്കത്തില്ലേ. ഇതും ഇച്ചിരി കുറുക്കൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് കുറച്ചും കൂടി തിളച്ചിട്ട് ചവരിയിലും ഒക്കെ മധുരമൊക്കെ പിടിച്ച് തേങ്ങാപ്പാൽ ടേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് കൂടെ വയ്ക്കാം. 2ാം പാൽ ഒഴിച്ച് കണ്ടോ നല്ലതായിട്ട് കുറുകിയേ.
അപ്പോൾ ഇതിലോട്ട് ചവ്വരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. കോസ്കോയിൽ നിന്ന് മേടിച്ചായിരുന്നു ഓർഗാനിക് കോക്കനട്ട് മിൽക്ക്. ഇത് ഞാൻ ഒഴിച്ചത്. അപ്പോൾ രണ്ടാം പാൽ ഒഴിക്കാൻ സമയത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിക്കാൻ നേരം ഇതിങ്ങനെ ഒഴിക്കത്തേ ഉള്ളൂ. ഈ വെള്ളം സ്റ്റെപ്പ്. എന്നിട്ട് ഇതിന് ഇച്ചിരി നമ്മുടെ സ്പൈസിൻ്റെ അത് ഒഴിച്ച് ഇളക്കിയിട്ട് അത് ഇതിലോട്ട് ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കരുതെന്ന് അറിയാമല്ലോ. നല്ലൊരു ചൂടായാൽ മതി. ഒന്നാം പാൽ ഒഴിക്കാൻ പോകും. നല്ലപോലെ ചൂടായാൽ മതി. ഉപ്പിടാൻ മറക്കല്ല. എന്തായാലും ഇവിടുന്നുള്ള ഉപ്പ് എന്തായാലും ഇടണം. ഏത് മധുരം ഉണ്ടാക്കുന്ന സാധനത്തിലും ഇച്ചിരി ഉപ്പിടണം. അപ്പം മധുരം ബാലൻസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പഞ്ചസാര മധുരം പറയാം, പച്ചവെള്ളം മധുരം പറയും. ഇതിന് ഇച്ചിരിയും കൂടെയും കൂടുതൽ ഇത് കേട്ടോ. ചവരിയൊക്കെ ഉള്ളതുകൊണ്ടേ എനിക്കിത് ഇലയിൽ കഴിക്കാനാണ് ഇഷ്ടം. ഇലക്കകത്ത് പഴമൊക്കെ ഞെരടിയിട്ടേ. പക്ഷേ ഇന്ന് ഇല ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിൽ കപ്പിലോ എല്ലാം കുടിക്കത്തുള്ളൂ. പക്ഷേ പഴം ഇട്ടിട്ടേ കുടിക്കും. പഴവും പ്രഥമനും എൻ്റെ സൈഡിൽ ഒരിച്ചിട്ട് പിക്കും. തുറക്കുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ചുക്കുപൊടി, ഏലക്കായും ജീരകവും, എന്നിട്ട് അതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ. ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ നല്ല 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. റെഡി ആയിട്ടുണ്ട്. ഇത് പക്ഷേ ഉടനെ കഴിക്കാൻ പാടില്ല. ഇത് ഇരിക്കണം. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് അല്ലെ അരമണിക്കൂർ ഇരുന്ന് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ഇറങ്ങിയിട്ട് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു 10-25 മിനിറ്റായി. ഇത് ഞാൻ എൻ്റെ സെർവിങ് ബൗളിലേക്ക് വിളമ്പാൻ പോകും. പ്രഥമൻ റെഡി. അതെ, ഇത്രയും സമയം വെയിറ്റ് ചെയ്തില്ലേ. ഇനിയും ഞാൻ കുടിക്കാൻ പോയി. ഇതിൻ്റെ അകത്തുനിന്ന് പഴമിട്ട്, പഴം ഇല്ലാതെ എങ്ങനെ ടേസ്റ്റ് ഒന്ന് നോക്കാമേ. അടിപൊളി പ്രഥമനാണേ. ഇത് മധുരമൊക്കെ പെർഫെക്റ്റ്. അത് സാധാരണ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്ക് കറക്റ്റാണ്. ഓവർ വേണ്ടവർക്കേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ ട്രൈ നോക്കി ഓണത്തിന് ഒന്നും പറയാനില്ല. ഇത് മൊത്തം എനിക്കിപ്പോൾ കുടിക്കാൻ പറ്റും. ഞാൻ ഇച്ചിരി കഴിഞ്ഞത് കുടിക്കുകയും ചെയ്യും. ഇനി പഴം ഇട്ടില്ലേ, പഴം ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇലയിലാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാമല്ലോ. ഇതിപ്പോൾ സ്പൂണായതുകൊണ്ട് ഞാൻ സ്പൂണും കൊണ്ട് ഉടച്ച് മറിച്ച്. ഒന്നാം ക്ലാസ് പ്രഥമൻ. മധുരം പെർഫെക്റ്റ് ആണ്. എൻ്റെ ഇടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പ്രഥമൻ വെച്ച് നോക്കുക. ഹാപ്പി ഓണം.